കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഇറാന്റെ ആണവ ലാബുകൾ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ. ലോകത്ത് ആണവ യുദ്ധത്തിന്റെ വിനാശകരമായ സങ്കേതങ്ങൾ തകർത്തു എന്നുള്ള വൻ യുദ്ധവാർത്തകൾ. ഇറാന്റെ ആണവ സങ്കേതം ഇസ്രായേൽ തകർത്തിരിക്കുന്നു. വൻ യുദ്ധവാർത്തകളാണ് വരുന്നത്. ഇസ്രായേൽ യുദ്ധത്തിന്റെ 406ാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ അമ്പരപ്പിക്കുന്ന ബ്രേക്കിംഗ് ആണ്. ഇറാന്റെ ആണവ സങ്കേതം ഇസ്രായേൽ തകർത്തിരിക്കുന്നു. ഇറാന്റെ ആണവ സങ്കേതങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിലംപൊത്തി. ഇസ്രായേൽ ലെബനോനിലെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളെ അടിച്ചമർത്തുകയാണ്. തെക്കൻ ലെബനോനിനെ ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജൂതരുടെ പട ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഗാസയിൽ വലിയ വ്യോമാക്രമണം. ഗാസ മുഴുവൻ ഇടതടവില്ലാതെ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. ഗാസയിൽ മരണം 44,000-ലേക്ക് കടന്നു. ലെബനോനിലെ ആൾനാശം 3,400-ഉം കടന്നിരിക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ ആണവ സങ്കേതം, ആണവ ഗവേഷണ കേന്ദ്രമാണ് തകർത്തത്. എന്തുകൊണ്ടാണ് ഖൊമേനിയും ഇറാനും ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കാത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ 100-ലേറെ വിമാനങ്ങൾ എത്തിച്ച് 3 മണിക്കൂർ നീണ്ട ആക്രമണം മുമ്പ് ഇസ്രായേൽ നടത്തിയപ്പോൾ ഒരു ഇസ്രായേലി വിമാനത്തെ പോലും ഇറാന് വെടിവെച്ചിടുവാനോ നിലത്തിറക്കുവാനോ സാധിച്ചില്ല. പകരം ഇറാന്റെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി അന്ന് പറഞ്ഞത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇസ്രായേലിനെ അങ്ങ് തകർക്കും എന്നായിരുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് 5-ാം തീയതി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞു. ഖൊമേനി കണ്ട സ്വപ്നം നടപ്പാക്കുവാൻ ഇറാന്റെ ഒരു പട്ടാളക്കാരന് പോലും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങളുടെ ഒരു യൂണിയനും ഈ ആയത്തുള്ള ഖൊമേനിയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കും എന്നായിരുന്നു ഖൊമേനി പറഞ്ഞത്. പക്ഷേ ഇറാന് കിട്ടിയ ആഘാതം, ഇറാന് കിട്ടിയ അടിയുടെ ആഴം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആണവ ഗവേഷണ സങ്കേതം പരിപൂർണമായിട്ടും ഇസ്രായേൽ നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്ന. റിപ്പോർട്ട് അനുസരിച്ച് ആണവ ഗവേഷണ കേന്ദ്രം പുനരാരംഭിക്കുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അതും ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ ആക്സിയോസ് റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്ന ആക്സിയോസ് റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ആണവ യുദ്ധത്തിന്റെ അടിത്തറയാണ് തകർത്തത് എന്നാണ് ആക്സിയോസിന്റെ റിപ്പോർട്ട്. ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ലോക ഭീകരവാദികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആണവായുധങ്ങളും അണുബോംബുകളും എത്തിക്കുവാനുള്ള ഇറാന്റെ ഒരു പദ്ധതി, അത്തരം ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അനൌദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. സിവിലിയന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അത്യാവശ്യമുള്ള ഗവേഷണങ്ങൾ വികസിപ്പിച്ചെടുക്കുവാനുള്ള ആണവ ഗവേഷണ കേന്ദ്രമായിരുന്നു. ഇത്തരത്തിൽ അണുവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള ഒരു ഗവേഷണ കേന്ദ്രം ആയിരുന്നില്ല. ഇത്തരം ഒരു കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇറാനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണെങ്കിലും ആണവ ഗവേഷണം സംബന്ധിച്ച് ആണവ ഇന്ധനത്തിന്റെ പരീക്ഷണശാലകൾ ഇറാനിൽ നിന്ന് അടിച്ച് തകർത്തിരിക്കുന്നു ഇസ്രായേൽ. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വരികയാണ്. അമേരിക്കയുടെ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ലോകത്തിന് ഏറ്റവും ഭീഷണിയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവ പരീക്ഷണശാലകൾ. അത് തീവ്രവാദികളിലേക്ക് എത്തുവാനുള്ള ദൂരം വളരെ അടുത്ത് തന്നെയാണ്. കാരണം ഇറാൻ ലോക തീവ്രവാദികളുടെയും ലോക ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും ഒക്കെ അമരത്തിരിക്കുകയും അവർക്ക് പണവും ആയുധവും ചെലവും കൊടുത്ത് വളർത്തുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഹമാസിന്റെയും അതുപോലെ ഹിസ്ബുള്ളയുടെയും ഒക്കെ ഹൂതികളുടെയും ഒക്കെ ഈറ്റില്ലം, അവരുടെയൊക്കെ മാതൃ ആശയം കുടികൊള്ളുന്നത് ഇറാനാണ് അവർക്ക് ആശയവും പണം അതുപോലെ തന്നെ യുദ്ധത്തിനുള്ള സൗകര്യങ്ങൾ, ആയുധങ്ങൾ എല്ലാം കൊടുത്ത് സഹായിക്കുന്നത്. ഇറാന്റെ പ്രോക്സികൾ എന്നാണ് ലോകം മുഴുവൻ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനിൽ ഒരു അണുബോംബുണ്ടായാൽ, ആണവായുധമുണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് ഇറാൻ അത് ഇത്തരം പ്രോക്സികളിലേക്ക് എത്തിക്കുകയും അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രായേലിനും എതിരായിട്ടുള്ള വലിയ നശീകരണ ഒരു പ്രവൃത്തി തന്നെ തുടങ്ങും. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ആണവ ഊർജത്തിന്റെ അല്ലെങ്കിൽ ആണവായുധത്തിന്റെ അടിത്തറ തകർന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ വെളിപ്പെടുത്തൽ. യഥാർത്ഥത്തിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് 2001 മുതലാണ്. 2003 അന്നത്തെ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള നിയന്ത്രണം ഇറാന് മേലെ വരികയായിരുന്നു. മുമ്പ്
ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാന് മേലെ ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുകയും അണുവായുധ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറാനെതിരെ യുദ്ധമുണ്ടാവുകയും എന്നും ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തു. ട്രംപിന്റെ നീക്കമാണ് ഇറാനെ ആണവായുധം ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ നിർമ്മിക്കുവാൻ കഴിവില്ലാത്ത ഒരു രാജ്യമാക്കി തീർത്തത്. ട്രംപ് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉള്ള നീക്കങ്ങളാണ്. 2003 ഇറാന്റെ ആണവ പദ്ധതികൾ ഔദ്യോഗികമായിട്ട് അടച്ചു പൂട്ടി എന്ന് തന്നെ UN അടക്കമുള്ള അന്തർദേശീയ ഏജൻസികൾ വിലയിരുത്തി. എന്നാൽ US-ഉം ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയുടെയും പ്രവർത്തനം, അവരുടെ അന്വേഷണത്തിന്റെ ഫലമായി ഇത്തരം സെറ്റുകൾ വീണ്ടും ബൈഡന്റെ കാലത്ത് പ്രവർത്തനം തുടങ്ങി എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതായത് മുമ്പ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അടച്ചു പൂട്ടിയ ഇറാന്റെ ആണവ സെറ്റുകൾ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയും വീണ്ടും ഗവേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ്. ഇത്തരം ഗവേഷണ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിപൂർണമായിട്ട് തകർത്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒക്ടോബർ 26-നായിരുന്നു ഇസ്രായേലിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഓപ്പറേഷൻ. 100-ലധികം വിമാനങ്ങൾ, അതിൽ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ അടക്കം ആയിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. 3 മണിക്കൂർ ഇറാന്റെ ആകാശത്തിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പാറിപ്പറന്ന് നടന്നിട്ടും ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. മാത്രമല്ല ടെഹ്റാനെ സംരക്ഷിക്കുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുമ്പ് നിശബ്ദമാക്കി, അല്ലെങ്കിൽ അതിനെയൊക്കെ മ്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ടായിരുന്നു. ഇതോടെ റഷ്യ ഇറാന് കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അത് കളിപ്പാവിയായിരുന്നു, പറ്റിക്കൽ പരിപാടിയായിരുന്നു എന്നുള്ളത് പോലും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. റഷ്യ കൊടുത്ത മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ടെഹ്റാനിൽ നിശബ്ദമാക്കിയതിന് ശേഷമായിരുന്നു ഇറാന്റെ ആകാശത്ത് 100-ലേറെ ഇസ്രായേൽ വിമാനങ്ങൾ വന്ന് ഒക്ടോബർ 26-ന് വലിയ ആക്രമണം നടത്തി. ഇറാനിൽ ഉടനീളം അന്ന് ആക്രമണം നടത്തുകയും ഇറാന്റെ സൈന്യത്തിന്റെ നിർണായകമായിട്ടുള്ള സെറ്റുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെയാണ് ഇറാന്റെ ആണവ പരീക്ഷണശാലകളെല്ലാം അടിച്ചു തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. ഏതാനും ദിവസം മുമ്പാണ്, അതായത് 2 ദിവസം മുമ്പ് കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇറാൻ പറഞ്ഞത്, ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ആണവ യുദ്ധത്തിന് ഒരുപക്ഷെ പ്രസക്തിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ആണവ പരീക്ഷണ കാര്യങ്ങൾ, ആണവ പരീക്ഷണശാലകൾ, അണുവായുധം ഉണ്ടാക്കാനുള്ള പദ്ധതികളെല്ലാം ഞങ്ങൾ അങ്ങ് നീട്ടിവെക്കുകയാണ് എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കയ്യിലൊന്നുമില്ല, ഉണ്ടാക്കിയതെല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 0-ലാണ് ഇറാന്റെ ആണവ പരീക്ഷണ സംവിധാനങ്ങളും പരീക്ഷണശാലകളും എല്ലാം തകർത്തിരിക്കുകയാണ്. ഇസ്രായേൽ യുദ്ധത്തിന്റെ 406-ാമത്തെ ദിവസം ഗാസയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്ന ലെബനോനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണവും കരയുദ്ധവും ഈ 2 ഇടങ്ങളിലും നടത്തുന്നു എന്നാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളെ അടിച്ചമർത്തുകയാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ട് ഇസ്ലാമിക് മീഡിയ തന്നെയാണ് പുറത്തുവിടുന്നത്. കേരളത്തിലെ ജിഹാദി സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിക് മീഡിയകളും അവരെ അനുകൂലിക്കുന്നവരും ഹമാസ് അനുകൂലികളും ഒക്കെ പറയുന്നത് പോലെയല്ല. അൽ ജസീറ വായിക്കണം, അൽ ജസീറ നമ്മൾ നോക്കണം. അൽ ജസീറ പറയുന്നത് അടിച്ചമർത്തുകയാണ് ഗാസ. അതുപോലെ തന്നെ തെക്കൻ ബെയ്റൂട്ടിനെ, ലെബനോനിനെ ഇപ്പോൾ തളർത്തുകയാണ് ഇസ്രായേൽ. കൂട്ടക്കുരുതികൾ നടക്കുകയാണ്, മരുന്ന് കൊടുക്കുന്നില്ല, വസ്ത്രം കൊടുക്കുന്നില്ല, അത്രമാത്രം ഇസ്രായേൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നുള്ള ശുദ്ധമായ റിപ്പോർട്ടുകൾ ശരിക്കും ഇപ്പോൾ അൽ ജസീറ തന്നെ പുറത്തുവിടുകയാണ്. വീരഭാവം ഒന്നുമില്ല ഇത്തരം റിപ്പോർട്ടുകൾക്ക്. ഗാസ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം കൈയടക്കി എന്ന് ഇപ്പോൾ പറയുന്നു. മാത്രമല്ല ബെയ്റൂട്ടിലും ഗോയ്ബ്രയിലും ബുർജ് അൽ ബെറയിലും മറ്റും വിനാശകരമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നബാത്തി ഗവർണറേറ്റിലെ കമാൻഡ് സെന്റർ ഉൾപ്പെടെ ഇസ്രായേൽ അടിച്ച് തകർത്തിരുന്നു. 120-ലധികം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾ അടക്കം തകർത്തു എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗാസയിൽ ഉടനീളം ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഗാസ സിറ്റി, ഡീർ അൽ ബലാഹ്, റഫ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ പുലർച്ചെ തന്നെ ഡസൻ കണക്കിന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗാസയിൽ ഇസ്രായേലിന്റെ 2023 ഒക്ടോബർ 7 മുതലുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് മരണം 44,000-ലേക്ക് എത്തുകയാണ്. കൊലപ്പെട്ടവർ, അതോടൊപ്പം തന്നെ പരിക്കേറ്റവർ 1,05,370 പേരിലേക്ക് എത്തുകയാണ്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലെബനോനിൽ ഏറ്റവും കുറഞ്ഞത് 3,400 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. മാത്രമല്ല ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം 2,000-ലേറെ ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു എന്നാണ്.
ലെബനോനിൽ 15,000-ലധികം പേർ അംഗഭംഗമേൽക്കുകയോ പരിക്കേൽക്കുകയോ മാരകമായിട്ടുള്ള മുറിവേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഗാസയിൽ ഉടനീളം ഏകദേശം 38 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായിട്ടും 120 പേർക്ക് പരിക്കേറ്റതായിട്ടും ഗാസയിൽ പലസ്തീൻ എൻക്ലേവിന്റെ ആരോഗ്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ അറിയിപ്പുകളിലൂടെ പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധവാർത്ത, ട്രംപിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് രംഗത്ത് വരാനിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള എലോൺ മസ്ക് ഇറാന്റെ UN പ്രതിനിധിയുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള അന്ത്യശാസനം നേരിട്ട് കണ്ട് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ധനികൻ കൂടിയായിട്ടുള്ള എലോൺ മസ്ക് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ് എലോൺ മസ്കൊക്കെ ഇത്തരത്തിൽ ട്രംപിന്റെ മന്ത്രിസഭയിൽ പോയി ചേക്കേറുന്നത്? മാത്രമല്ല അദ്ദേഹത്തിന് എക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, പഴയ ട്വിറ്റർ പ്ലാറ്റ്ഫോം, ഏകദേശം 1000 ബില്യൺ ഡോളറിന്റെ അധികം വർത്തുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് കാർ കമ്പനി ആയിട്ടുള്ള ടെസ്ലയുടെ മുതലാളിയാണ്. ലോകത്തിലെ മൈക്രോസോഫ്റ്റിനെ പോലും കവച്ചു വയ്ക്കുന്ന ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ഈ മനുഷ്യൻ ട്രംപിന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ക്യാബിനറ്റ് റാങ്കിലേക്ക് മന്ത്രിയായി എത്തുകയാണ്. ഇദ്ദേഹം ജൂതനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഹമാസുമായിട്ടുള്ള ബന്ധപ്പെട്ട അനുകൂലിക്കുന്ന ഒരു പ്രതികരണവും, ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും അദ്ദേഹം അനുവദിക്കാറില്ല. ഹമാസിനെ അനുകൂലിക്കുന്ന, തീവ്രവാദികളെ അനുകൂലിക്കുന്ന, ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന എല്ലാ പോസ്റ്റുകളും അക്കൗണ്ടുകളും തന്നെ മുമ്പ് എക്സ് നീക്കം ചെയ്തിരുന്നു. അത്രമാത്രം കടുത്ത നിലപാട് പുലർത്തുന്ന ട്രംപിന്റെ മന്ത്രിസഭയിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ മന്ത്രി തന്നെ, ക്യാബിനറ്റ് മന്ത്രി റാങ്കുള്ള ഇപ്പോൾ എലോൺ മസ്ക് തന്നെ ഇറാനുമായിട്ട് ചർച്ച ചെയ്യുകയും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തു എന്നതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഇറാന് വലിയ പ്രതികരണങ്ങൾ, വലിയ പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നു. ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് വരാനിരിക്കുന്ന പ്രത്യാഘാതമെന്ന് കൃത്യമായിട്ടും ട്രംപ് ഒരു ദൂതനെ എന്ന പോലെ ഇലോൺ മസ്കിനെ അയച്ച് ഇപ്പോൾ ഇറാനെ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.